ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി സെൽഫ് സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ള, സെൽഫ് സ്റ്റാർട്ട് വർക്കിംഗ് ആവുന്നില്ല എന്നാണ് കംപ്ലൈൻറ്റ് പറഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രോബ്ലംസാണ് മെയിനായിട്ട് കാണുന്നത്. ഒന്ന്, നമുക്ക് സെൽഫിൻ്റെ റിലേൻ്റെ ഉള്ളിൽ വരുന്ന സെൽഫ് റിലേ ഓൾറെഡി ചെറിയൊരു എർത്തിങ് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് നമ്മളൊരു എർത്ത് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി വർക്കിംഗ് ആവുന്നുണ്ട് സെൽഫ്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. തന്നെ ഈ സ്വിച്ച് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ സ്വിച്ച് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു എർത്തും കൊടുത്തു കഴിഞ്ഞപ്പോൾ സെൽഫിൻ്റെ കേസ് ഓക്കെ ആയിട്ടുണ്ട്. ആ ഒരു കംപ്ലൈൻറ്റാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാണിച്ചിട്ടുണ്ടായുള്ളൂ. പിന്നെ ഈ കീ ഹോളിൻ്റെ ഇവിടെ വരുന്ന ഒരു റബ്ബർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് പറഞ്ഞാൽ പുതിയ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 രൂപ താഴെ നമുക്കതിന് കോസ്റ്റ് വന്നുള്ളൂ. പിന്നെ അത് കൂടാണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ ഈ ടൈലൈറ്റിൻ്റെ ബൾബ് പോയിട്ടുണ്ടായിരുന്നു. കാരണം ബ്രേക്ക് സ്വിച്ച് വർക്കിംഗ് ആണോ എന്ന് നോക്കിയിട്ട് വേണം സെൽഫിൻ്റെ കേസ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യേണ്ട സമയത്തിന് അത് ലൈറ്റ് തെളിയുന്നുണ്ടായില്ല. അപ്പോൾ അത് അഴിച്ചിട്ട് ആ ബൾബും കൂടി മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് സിമ്പിൾ വരണം. അപ്പോൾ ഞങ്ങൾക്ക് അത് വെച്ചിട്ട് വേണം നമുക്ക് സെൽഫിൻ്റെ റിലേയുടെ കേസൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് അതും കൂടി കൂട്ടത്തിൽ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ കൂടി സെൽഫിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന വർക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പാർട്സിൻ്റെയും ലേബർ ചാർജ് അടക്കമുള്ളത്. അപ്പോൾ നോക്കിയിട്ട് വർക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബോഡി കൂടി കയറാനുള്ളൂ. അപ്പോൾ വർക്ക് നമുക്ക് ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം, വീഡിയോസ് ചെയ്തും. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേരെ. അതേപോലെ തന്നെ 3 മണിക്ക് ശേഷം എപ്പോൾ വന്നാലും നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് വണ്ടി റെഡി ആയിരിക്കും. ഓക്കെ.